اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഈ ഒരു സമയത്തും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യകരമാണ്. വോട്ട് ചെയ്യുകയും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് തന്നെയാണ്. തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഇന്ന് നാടും നഗരങ്ങളുമെല്ലാം. നിർണയിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു വിശ്വാസി അറിയേണ്ട ചില അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് വലിയ ചർച്ച ഇലക്ഷനാണ്. ഇവിടെ നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് നമുക്കേറ്റവും വലുത് എന്ന് പറയുന്നത് അത് പരലോകമാണ്, ദുനിയാവല്ല. ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഇലക്ഷൻ പ്രവർത്തനങ്ങളെല്ലാം എന്ന് പറയുന്നത് അത് ദുനിയാവിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവും അവൻ്റെ റസൂലും നൽകിയ ഒരു സ്ഥാനത്തിനപ്പുറത്തേക്ക്
ദുനിയാവിനൊരു സ്ഥാനവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൽകാൻ പാടില്ല എന്നുള്ളതാണ്. വ്യത്യസ്തമായ ആശയങ്ങളും അതുപോലെ തന്നെ ആദർശങ്ങളും പാർട്ടികളും പ്രത്യയ ശാസ്ത്രങ്ങളും ഉള്ളവരാണ് മനുഷ്യരായിട്ടുള്ള നാം എല്ലാവരും. ഏതു പാർട്ടികളിലും ഏത് ആളുകളെ നമ്മൾ പിന്തുണച്ചാലും ശരി, ഒരു വിശ്വാസിയായി മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവർ അനിവാര്യമായിക്കൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇന്ന് നടക്കുന്ന ഏത് തരത്തിലുള്ള സംവിധാനങ്ങളും അത് ദുനിയാവിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവും റസൂലും നൽകാത്ത ഒരു സ്ഥാനം, അത് ദുനിയാവിന് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം ഇലക്ഷൻ സമയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം സമയങ്ങളിൽ മനുഷ്യന്റെ മനസ്സ് ദുനിയാവിലേക്ക് ചാഞ്ഞു പോവുകയും ആ ദുനിയാവിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും മറക്കുകയും പലതും ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുൻഗാമികളുടെ സലഫുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവർ ആഖിറത്തെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ആഖിറത്തിന് നൽകാത്ത വലിയ സ്ഥാനങ്ങൾ ദുനിയാവിനവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് ദുനിയാവിനവർ തുച്ഛമായിട്ടുള്ള സ്ഥാനങ്ങൾ മാത്രമാണ് നൽകിയതെന്നും നാളെയുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് വലിയ സ്ഥാനങ്ങൾ നൽകിയത് എന്നുള്ളത് ചരിത്രങ്ങൾ നമ്മളെ രേഖപ്പെടുത്തി തരുന്നുണ്ട്. മഹാനായിട്ടുള്ള അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നോമ്പുകാരനാണ്. സുന്നത്ത് നോമ്പ് നോറ്റ ഒരു ദിവസം അദ്ദേഹത്തിന്റെ തീന്മേശയ്ക്കു മുമ്പിൽ വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഇരുന്നു കൊണ്ട് കരയുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, വിശന്ന് പകൽ മുഴുവനും പട്ടിണികൾ കിടന്നുകൊണ്ട് രാത്രി നോമ്പ് തുറക്കാൻ വേണ്ടി അല്പം ഭക്ഷണങ്ങൾ കിട്ടിയപ്പോൾ അതിൻ്റെ മുമ്പിൽ കരയുന്ന സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം കരയാനുള്ള കാരണം? ചരിത്രങ്ങൾ നമ്മളെ രേഖപ്പെടുത്തി തരുന്നത് ഇങ്ങനെയാണ്. കൂട്ടുകാർ അദ്ദേഹത്തോടല്ലെങ്കിൽ തന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, അല്ല, താങ്കൾ എന്തിനാണ് ഈ ഭക്ഷണത്തിന്റെ മുമ്പിൽ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ അങ്ങേയറ്റം അനുഭവിച്ച സമ്പത്തിന്റെ ഉടമയായിട്ടുള്ള ഒരാളായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു മിസ്അബ്? ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വലിയ സമ്പന്നരുടെ മാതാപിതാക്കളിൽ ജനിച്ച വ്യക്തിയായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന, ഏറ്റവും നല്ല അത്തറുകൾ പുരട്ടുന്ന, നല്ല സൗന്ദര്യമുള്ള മിസ്അബിനെ കാണുമ്പോൾ ഏതൊരു സ്ത്രീയും ഒന്ന് നോക്കിപ്പോകുമായിരുന്നു എന്നുള്ളതാണ്. മിസ്അബ് കടന്നുപോയാൽ ആളുകൾക്കറിയാം ഈ വഴിയോരങ്ങളിലൂടെ കടന്നുപോയത് മിസ്അബായിരുന്നു എന്ന് ആളുകൾക്കറിയാമായിരുന്നു. അത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞിട്ടായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിനു മുമ്പേ
അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. പക്ഷേ മുസ്ലിമായതിന് ശേഷം എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, ദുനിയാവിൻ്റെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, എല്ലാ ആഭരണങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പരലോകത്തിന് വേണ്ടി, ദീനിനു വേണ്ടി ജീവിച്ച ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ സ്പഷ്ടമാണ്. അദ്ദേഹത്തോട് മാതാപിതാക്കൾ പറയുന്നുണ്ട്, മുഹമ്മദിന്റെ സന്ദേശം വിട്ടുകൊണ്ട് കടന്നു വന്നാൽ മാത്രമാണ് എൻ്റെ അനന്തരാവകാശം നിനക്കുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മിസ്അബ് പറഞ്ഞത്, വാപ്പാ എനിക്ക് ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയ വ്യക്തിയായിരുന്നു മഹാനായിട്ടുള്ള മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അവസ്ഥ ആലോചിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്? ഉഹുദിന്റെ രണാങ്കണത്തിൽ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. ഉഹുദിലെ രക്തസാക്ഷിയായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. സമ്പന്നതയിൽ ജീവിച്ചിട്ടുള്ള മഹാനായ മിസ്അബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നുമില്ലാതെ ദരിദ്രനായിട്ടുള്ള മിസ്അബ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഫം പുടവ പുതിയാൻ വേണ്ടി ഒരു കഷ്ണം തോർത്തല്ലെങ്കിൽ ഒരു കഷ്ണം തുണികൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന മിസ്അബിന്റെ അദ്ദേഹത്തിന്റെ തുണികൾ കണ്ട്, വസ്ത്രങ്ങൾ കണ്ടുകൊണ്ട് പ്രവാചകൻ കരഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് കാണാം. ആ മിസ്അബിനെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുള്ള രംഗങ്ങൾ ചരിത്രത്തിൽ കാണാം. മിസ്അബ് റളിയല്ലാഹുവിനെ കഫം പൊതിയാൻ വേണ്ടി നോക്കുമ്പോൾ, മുഖം മറക്കുമ്പോൾ കാല് മറയാത്ത മിസ്അബ്, കാല് മറക്കുമ്പോൾ മുഖം മറക്കാത്ത മിസ്അബ്. നോക്കൂ നിങ്ങൾ, അത്ര ദരിദ്രനായിക്കൊണ്ടാണ് മിസ്അബ് ഈ ലോകത്ത് നിന്ന് യാത്ര തിരിക്കുന്നത്. അവസാനം അദ്ദേഹത്തിന്റെ കാലിൽ പുല്ല് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിട്ടുള്ളത്, കഫൻ ചെയ്തുകൊണ്ട് മറവ് ചെയ്തിട്ടുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിസ്അബിന്റെ ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രംഗം ഓർത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറയുന്ന രംഗമുണ്ട്. തൻ്റെ ഭാര്യയോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: സുമ്മ ബുസിലത് ലനാ മാ ബുസിൽത മിനദ് ദുനിയ ഫഖദ ഹസീനാ അൻ തകൂന ഹസനാതി മാ ഉജ്ജൽതനാ. നല്ല ആഹാരങ്ങൾ തൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പ്രിയതമയോട് പറഞ്ഞിട്ടുള്ളത്, മിസ്അബിന് നൽകാത്ത സുഖങ്ങൾ, മിസ്അബിന് നൽകാത്ത അനുഗ്രഹങ്ങൾ, മിസ്അബിന് നൽകാത്ത ആഡംബരങ്ങൾ അല്ലാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് എനിക്ക് നൽകുകയാണോ? നാളെ പരലോകത്ത് നൽകേണ്ട സുഖങ്ങൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് എനിക്ക് നൽകുകയാണോ? അതോർത്തുകൊണ്ടാണ് ആര് കരയുന്നത്? നമ്മുടെ മുൻഗാമികൾ കരഞ്ഞിട്ടുള്ളതെന്നാണ്. നമ്മൾ ആലോചിക്കുക സഹോദരന്മാരെ, അവർ ദുനിയാവിൻ്റെ ഒരു സുഖങ്ങളും ഒരു ആസ്വാദനങ്ങളും ആഗ്രഹിച്ച ആളുകളായിരുന്നില്ല. അവർ ദുനിയാവിന് ഒരു വിലയും നൽകാത്ത ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം ചൂടേറിയ ഇലക്ഷന്റെ സമയങ്ങളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദുനിയാവിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് പോലും വലിയ അപാകതകൾ വരുന്ന ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ പോലും ബാത്തിലാകുന്ന അത്തരം ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇലക്ഷന്റെ സമയത്തെ
മനുഷ്യന്റെ നാവുകൾ ഒരിക്കലും തന്നെ അടങ്ങി നിൽക്കുകയില്ല. അത് ഉറപ്പാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഏഷണികളും പരദൂഷണങ്ങളും വർദ്ധിക്കുന്നൊരു സമയമാണ് ഇത്തരം ഇലക്ഷൻ സമയമെന്ന് പറയുന്നത്. രാഷ്ട്രീയമല്ലേ എതിരാളികളെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതും തർക്കിക്കാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി, വാദിക്കാൻ വേണ്ടി പലതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളായിക്കൊണ്ട് മാറരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ കേവലം ദുനിയാവ് മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതായിരുന്നു സ്വഹാബാക്കളുടെ ചരിത്രം എന്ന് പറയുന്നത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. അദ്ദേഹം നേരം വൈകിയിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്നത്. തൻ്റെ മക്കളെ അടുത്തു വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന രംഗമുണ്ട് ചരിത്രങ്ങളിൽ. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 3 ഘട്ടങ്ങൾ പിന്നിട്ടിട്ടുണ്ട്, 3 ഘട്ടങ്ങൾ. എന്നിട്ട് മക്കളോട് പറയുകയാണ്, അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഞാൻ മുശ്രിക്കായിക്കൊണ്ട് ജീവിച്ച ഘട്ടമാണ്. അന്ന് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനെ അന്ന് എൻ്റെ കൈകളിൽ കിട്ടിയാൽ ഞാൻ കൊല്ലുമായിരുന്നു. അത്രയും വലിയ വെറുപ്പ് നിറഞ്ഞ ഒരു കുഫറിന്റെ കാലഘട്ടം എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. രണ്ടാമത്തത് അദ്ദേഹം മക്കളോട് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഇസ്ലാം സ്വീകരിച്ച കാലഘട്ടമാണ്. അന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രവാചകൻ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ന് മുശ്രിക്കായി ജീവിച്ച, കാഫിറായി ജീവിച്ച കാലഘട്ടത്തിൽ എത്ര വെറുപ്പുണ്ടോ അതിനേക്കാൾ എത്രയോ മടങ്ങ് സ്നേഹിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു കാലഘട്ടം എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പ്രവാചകന്റെ കരങ്ങൾ പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലേ, അമ്മാ അലിംത അന്നൽ ഇസ്ലാമ യഹിമ്മു കാന മാ കാന ഖബ്ലഹും, കഴിഞ്ഞുപോയ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടുമോ പ്രവാചകരെ? കാരണം ഏറ്റവും കൂടുതൽ നിങ്ങളെ വെറുത്ത ആളാണ് ഞാൻ. എൻ്റെ കൈകളിൽ കിട്ടിയാൽ കൊല്ലാൻ വരെ അത്ര വെറുപ്പുള്ള വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടുമോ? മുസ്ലിമായി ബൈഅത്ത് ചെയ്ത് പ്രവാചകന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പ്രവാചകൻ എന്നെ സ്വഹാബ ചോദിക്കുന്ന രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാമിന് മുമ്പുള്ളതെല്ലാം നിങ്ങൾക്ക് പുറത്തു കിട്ടും. ഇസ്ലാമിന് മുമ്പുള്ളതെല്ലാം നിങ്ങൾക്ക് പുറത്തു കിട്ടും. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അതൊന്നൊരു പ്രശ്നമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മൂന്നാമത്തെ ഘട്ടം മക്കളോട് പറഞ്ഞിട്ടുള്ളത് സുമ്മ ഉല്ലീന അഷ്യാഅ, പിന്നീട് അതിനുശേഷം എൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കപ്പെട്ട, അധികാരങ്ങൾ കിട്ടിയ, ഗവർണറായിക്കൊണ്ട് സ്ഥാനപതികൾ ഏറ്റിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കാലഘട്ടം. അദ്ദേഹം പറയുന്ന വാക്കിങ്ങനെയാണ്, അധികാരം കിട്ടിയ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയുകയില്ല. ഈ 3 ഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളോട് അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? എൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇസ്ലാം സ്വീകരിച്ച ആ ഘട്ടങ്ങളിൽ ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നേനെ. അധികാരങ്ങളും സ്ഥാനങ്ങളും എനിക്ക് ലഭിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയാത്ത ഒരു കാലഘട്ടമായിരുന്നേ. സ്വഹാബാക്കൾ ഭയന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നോ നമ്മൾ ആലോചിക്കുക, അധികാരങ്ങൾ മോഹിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അധികാരം കിട്ടാത്തതിൻ്റെ പേരിൽ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന രംഗങ്ങളാണ് കാണുന്നത്. സ്വതന്ത്രനായിക്കൊണ്ട് മത്സരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാര പണിയുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അധികാരത്തെ മോഹിക്കരുതെന്ന്. അധികാരത്തെ മോഹിക്കരുതെന്ന്. നോക്കൂ, നിങ്ങൾ ഒരു സ്വഹാബയുടെ തോളിൽ കൈകിട്ടുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണ്? അബാദർ, നീ ദുർബലനാണ്. അധികാരം നാളെ റബ്ബിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അധികാരം മതി സഹോദരന്മാരെ, സ്വർഗം നഷ്ടപ്പെടാനും നരകത്തിലേക്ക് നമ്മളെ എത്തിക്കാനും. പ്രവാചകൻ പറഞ്ഞല്ലോ, ആ അധികാരങ്ങൾ ലഭിച്ചിട്ട് ആ അധികാരത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാത്തവൻ, സത്യസന്ധമായി കൊണ്ട് ചെയ്യാത്തവൻ അവൻ നരകത്തിലേക്ക് ആപതിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇലക്ഷൻ എന്ന് പറയുന്നത് അത് ദുനിയാവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെടുത്തുന്ന ദുനിയാവ് അത് ലഭിച്ചുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു ഇലക്ഷനുകളാക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും മാറ്റാൻ പാടില്ല. എന്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പലരും നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നു, വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് ചോദിച്ചുകൊണ്ട് കടന്നു വരുന്നു. അവർ പല വ്യാമോഹങ്ങളും വാഗ്ദാനങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ സ്ഥാനാർത്ഥിയല്ലെങ്കിലും, നമ്മൾ അധികാരത്തിലേക്ക് മത്സരിക്കുന്നില്ല എങ്കിലും അവരുടെ കൂടെ നിന്ന് ഇത്തരം വാഗ്ദാനങ്ങളും ഇത്തരം കരാറുകളും നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ അത് പാലിക്കാൻ അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങളാണെങ്കിൽ ആ വാക്കുകൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. പാർട്ടി നിങ്ങൾ ഏതായിരുന്നാലും ശരി, പറയുന്ന വാക്കുകൾക്ക് കൃത്യനിഷ്ഠത പാലിക്കാൻ, വാഗ്ദാനങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഒരു വോട്ടിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരം വലിയ വാഗ്ദാനങ്ങൾ പറയാറുള്ളത്. പലതും പറയും. ചിലപ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ ഇങ്ങനെ കരുതും, ഒക്കെ നടന്നത് തന്നെ ഇല്ലേ. പലപ്പോഴും നമ്മളൊക്കെ ഇത്തരം വാചകങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ആയത്തുൽ മുനാഫിഖി സലാസുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുനാഫിക്കിന്റെ ലക്ഷണം അത് 3 എണ്ണമാണ്. കരാറ് പാലിക്കാത്തവൻ അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചെയ്യാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത, കേവലം ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ചില ആസ്വാദനങ്ങൾക്കും സുഖത്തിനും നമ്മുടെ പാർട്ടി വിജയിക്കാൻ വേണ്ടി ഇത്തരം വാഗ്ദാനങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്തതൊരിക്കലും തന്നെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് ദുനിയാവാണ്, പരലോകമാണ് നമുക്കേറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ആരായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു? സമ്പന്നനായിരുന്നു അദ്ദേഹം. അങ്ങനത്തെ കുടുംബത്തിൽ ജീവിച്ച വ്യക്തിത്വമായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാനുൽ ഫാരിസ് അദ്ദേഹം ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ്. കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത, പല രാജ്യങ്ങൾ പിന്നിട്ട, പല മതങ്ങൾ സ്വീകരിച്ച, പല പുരോഹിതന്മാരുമായി കൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? സൽമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് അവസാനം അദ്ദേഹം എത്തുന്നത് മദീനയിലാണ്. മദീനയിലെത്തി അദ്ദേഹം ഒരു അടിമയായിക്കൊണ്ട് ജീവിക്കുകയാണ് ആര്?
സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അവിടുന്ന് അദ്ദേഹം മുസ്ലിമാകുന്നു. അടിമയായിക്കൊണ്ട് പ്രവാചകന്റെ അടുക്കലെത്തി അദ്ദേഹം മുസ്ലിമായിക്കൊണ്ട് അവിടെ ജീവിക്കുന്നു. ജീവിക്കുന്ന കാലത്ത് പല ത്യാഗങ്ങളും പല പരിശ്രമങ്ങളും അദ്ദേഹം ദീനിന് വേണ്ടിയിട്ട്, അദ്ദേഹം മതത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹം പരലോകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൽമാൻ റളിയല്ലാഹുവിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സൽമാനു മിന്നാ ആലി ബൈത്ത്. സൽമാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കുടുംബമാണെന്ന് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. മരിക്കുന്ന വേളയിൽ സൽമാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. മരണാസന്നമായിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആളുകൾ ചോദിച്ചു, എന്തിനാണ് സൽമാൻ ഇങ്ങനെയൊക്കെ കരയുന്നതെന്ന്. ഒരുപാട് ദീനിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, പരിശ്രമങ്ങൾ നടത്തിയ സൽമാൻ, താങ്കൾ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാ അബ്ഖി അലാ മാലി വലാ ബലദ്. ഞാൻ എൻ്റെ മക്കളെ ആലോചിച്ചിട്ടോ സമ്പത്ത് ആലോചിച്ചിട്ടോ എന്റെ നാടോ നഗരമോ ആലോചിച്ചിട്ടല്ല ഈ സൽമാൻ കരയുന്നത്. ഇന്നമാ സാദി ഖലീല, എന്റെ വിഭവങ്ങൾ കുറവാണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടാണ് കരയുന്നത്. വസഫരി ബഈദാ, എന്റെ യാത്ര ദൂരമാണല്ലോ എന്നുള്ളതാണ്. ഖബറെന്ന യാത്രയിലേക്ക്, പരലോകമെന്ന യാത്രയിലേക്ക്, ബർസഖ് എന്ന യാത്രയിലേക്ക് എന്റെ യാത്ര ദീർഘമാണല്ലോ. ആ ദീർഘമായിട്ടുള്ള യാത്രയിൽ എന്റെ പാതേയങ്ങൾ, വിഭവങ്ങൾ കുറവാണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടാണ് ആരെ കരയുന്നത്? സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു കരയുന്നത് എന്ന് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അവരൊക്കെ ദുനിയാവിന് കൊടുത്ത വില അത് വളരെ ചെറുതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദുനിയാവിലല്ലേ പരലോകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുനിയാവ് വാങ്ങുന്ന ആളുകളായിക്കൊണ്ട് ഇത്തരം സമയത്ത് മാറാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തത്, ഈ ഇലക്ഷന്റെ സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരന്മാരെ, നമ്മൾ ചില ആളുകളെ അളുക്കുന്ന തരം തിരിക്കുന്ന സമയമാണ് ഇത്തരം ഇലക്ഷന്റെ സമയമെന്ന് പറയുന്നത്. വ്യത്യസ്ത ആളുകളാണ് നമ്മുടെ വീട്ടിലേക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ആളുകളെ ഒരിക്കലും തന്നെ തരം തിരിച്ച് കാണുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. പാർട്ടി ഏതായിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമാണ്, അത് നിങ്ങളുടെ ജനാധിപത്യമാണ്. പക്ഷേ ഏത് പാർട്ടിയുടെ ആളുകളായിരുന്നാലും ശരി, തരം തിരിച്ച് കാണുന്നൊരു സ്വഭാവം ഒരിക്കലും തന്നെ നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഉണ്ടാകുക എന്ന് പറയുന്നത് ചിലതിനെ അന്ധമായിക്കൊണ്ട് അനുകരിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ തരംതിരിച്ച് കാണുമ്പോൾ പലപ്പോഴും അവനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവുകയില്ല. അവനെക്കുറിച്ച് നമ്മൾക്ക് കുറ്റമേ പറയാനുണ്ടാകൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ. അവിടെ ആളുകളുടെ സംസാരത്തിലോ വൈഭവങ്ങളിലോ ആളുകളുടെ ശരീരഭംഗിയോ ഒന്നും നോക്കിയിട്ടല്ല റബ്ബ് നാളെ വിചാരണ കിടക്കുന്നത് സഹോദരന്മാരെ. മറിച്ച് മനുഷ്യന്റെ കർമ്മങ്ങൾ നോക്കി, മനുഷ്യന്റെ ദീന് നോക്കി, മനുഷ്യന്റെ വിശ്വാസം നോക്കി, അവന്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് മാത്രമാണ് റബ്ബിന്റെ കോടതിയിൽ നമ്മളെ തരംതിരിക്കുക എന്നുള്ളൊരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരം സമയത്ത് ഇത്തരം ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാൻ, നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള ചില പോയിന്റുകളാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്ത്രീകളും സജീവമാണ്. സ്ത്രീയുടെ സാന്നിധ്യം ഇന്ന് ഏറ്റവും കൂടുതലാണ്. ഓരോ പഞ്ചായത്തുകളും പരിശോധിച്ചാൽ സ്ത്രീ ശാസ്ത്രീകരണമെന്ന രൂപത്തിലാണ് ഇന്ന് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളെ യഥാർത്ഥത്തിൽ തകർക്കാനുള്ളൊരു സംവിധാനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാക്ക് ഞാൻ പറയുമ്പോൾ പലരുടെയും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താ സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് ഇറങ്ങിക്കൂടെ? ഇന്ന് പലപ്പോഴും ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, പല മുസ്ലിം സ്ത്രീകളും പൊതുരംഗത്ത് പോകുമ്പോൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമികപരമായി കൊണ്ടു നടക്കേണ്ട വസ്ത്രവിധാനങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോസ്റ്ററുകളിലും ബാനറുകളിലും ഒക്കെ കാണുന്ന വസ്ത്രങ്ങൾ അനിസ്ലാമികരമായിട്ടുള്ള വസ്ത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, സ്ത്രീകൾ ഉടുത്തിണങ്ങി വസ്ത്രങ്ങൾ ധരിച്ച് അന്യപുരുഷന്റെ കൂടെ ഇരിക്കാനും നടക്കാനും ഒറ്റക്കാകാനും സ്പർശിക്കാനും ഇത്തരം ഇലക്ഷനുകൾ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ത്രീകളുടെ കുടുംബജീവിതം തകരുന്ന രംഗങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സ്വന്തം ഭർത്താവിന് സംശയങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടപെടുമ്പോൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ സൂക്ഷ്മതകൾ നമ്മൾ പാലിക്കണമെന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആളുകളെ അളക്കേണ്ടത് അവരുടെ വിശ്വാസവും മതപരമായിട്ടുള്ള കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമായിരിക്കണം. ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടല്ല അവരെ അളക്കേണ്ടത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ അളന്നു. എങ്ങനെ? ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു, ഇവരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമനിൽ നിന്ന് മുറാദ് ഗോത്രക്കാരനായിട്ടുള്ള ഉവൈസ് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഉവൈസുൽ ഖർനി എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് നിങ്ങൾ ആവശ്യപ്പെടണം. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി അദ്ദേഹത്തോട് നിങ്ങൾ ആവശ്യപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു.
അദ്ദേഹത്തിന്റെ ഭരണശേഷം ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് യമനിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലേക്ക് ഭരണസമയത്ത് കടന്നു വന്നു. ഏത് സംഘങ്ങൾ വന്നാലും ഉമർ റളിയല്ലാഹുവിന് ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ എന്ന്. ഈ സംഘത്തിലുള്ള ആളുകളോടും ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ എന്ന്. അവർ പറഞ്ഞു, അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടെന്ന്. അപ്പോൾ ആളുകൾ ഖലീഫയോട് ചോദിച്ചു, നിങ്ങളും ഉവൈസുമായി കൊണ്ട് എന്ത് ബന്ധമാണ് അവരുമായി കൊണ്ട് നിങ്ങൾക്കുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയിന ഉവൈസ്, നിങ്ങൾ ഉവൈസിനെ എനിക്ക് കാണിച്ചു തരണം. ആ സംഘത്തിന്റെ പിന്നിൽ ഒട്ടകങ്ങൾക്ക് പുല്ലും വെള്ളവും നൽകി അല്ലേ, അതിനെങ്ങനെ തേച്ചു വരുന്ന ആളായിരുന്നു ആര്? ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന അദ്ദേഹം ഏറ്റവും പിന്നിലാണുള്ളത്. ആളുകൾ അദ്ദേഹത്തെ ഉവൈസിനെ കാണിച്ചു കൊടുത്തു. മുഷിഞ്ഞ വസ്ത്രങ്ങളുള്ള അല്ലേ ആ ഉവൈസ് റളിയല്ലാഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ആര്? അന്നത്തെ ഖലീഫയായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസിനോട് പറഞ്ഞൊരു വാക്കുമുണ്ട്, യാ ഉവൈസ്, ഈ ഉവൈസേ, എനിക്ക് വേണ്ടി നീ എന്താക്കണം? നീ എനിക്ക് വേണ്ടി റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാ പറയുന്നത്? സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു, ഒന്നുമല്ലാത്ത ഒരു മനുഷ്യന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്തേ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആളുകളെ അളക്കേണ്ടത് ദീൻ നോക്കിയിട്ടാണ്. ആളുകളെ അളക്കേണ്ടത് വിശ്വാസം നോക്കിയിട്ടാണ്. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന പലരെയും നമ്മൾ അളക്കേണ്ടത് അപ്പുറത്തെ പാർട്ടി ഇപ്പുറത്തെ പാർട്ടി എനിക്കെതിരെ എന്നുള്ളതല്ല. പ്രവാചകന്റെ കാലത്ത് ജീവിച്ച താബിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്? ഉവൈസ് റളിയല്ലാഹു അൻഹു. സ്വഹാബിയാകാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. അതിന് തടസ്സം അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഖൈറുത് താബിഈൻ, താബികളിൽ ഏറ്റവും ഖൈറായ വ്യക്തിയാണ് ഉവൈസുൽ ഖർണി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഒന്നുമല്ലാത്ത മനുഷ്യനെ കുറിച്ച് ഏറ്റവും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ കുറിച്ചാണ് പ്രവാചകൻ നൽകിയ സ്ഥാനം എത്രയുണ്ട് സഹോദരന്മാരെ. അതെങ്ങനെയാണ് നോക്കിക്കൊടുത്തത്? ദീൻ നോക്കിയിട്ടാണ്, വിശ്വാസം നോക്കിയിട്ടാണ്, കർമ്മങ്ങൾ നോക്കിയിട്ടാണ്. ചില നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളെ നമ്മൾ തരംതിരിക്കേണ്ടത് ഇങ്ങനെയാണ്. രണ്ട് തരങ്ങളാക്കിക്കൊണ്ട്, തട്ടുകളാക്കിക്കൊണ്ട് ഒരു വ്യക്തിയെയും നമ്മൾ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ദുനിയാവാണി എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, പ്രവാചകന്റെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിരൂപനായിട്ടുള്ള ഒരു മനുഷ്യൻ, വിരൂപനായിട്ടുള്ള ഒന്നിനും പറ്റാത്ത ഒരാൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഈ കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജുലൈബീബ് അദ്ദേഹത്തോടാണ് പ്രവാചകൻ ചോദിക്കുന്നത്, കല്യാണം കഴിക്കണ്ടേ എന്ന്. കാണാൻ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ കുറിച്ച്. പ്രവാചകനോട് ആ സ്വഹാബ ചോദിക്കുന്നത്, റസൂലേ എനിക്ക് ആര് പെണ്ണ് തരാനാണ്? എൻ്റെ കോലം കണ്ടിരങ്ങൾ, ഞാനൊരു മുടക്കാച്ചരക്കാണ്. അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം അങ്ങനെയാണ്, ഒരു മുടക്കാച്ചരക്ക് എന്നാണ് പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കും. അന്ന് സമ്പന്നരിൽ ഏറ്റവും വലിയ സമ്പന്നരുടെ മകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്.
കല്യാണ അന്വേഷണത്തിന് കടന്നു വന്നപ്പോൾ അല്ലേ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞു. ഒരിക്കലും അയാൾക്ക് ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ വാക്ക് മകൾ കേൾക്കുന്നു. മകൾ ചോദിക്കുന്നു, ഈ അന്വേഷണം കൊണ്ടുവന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഉമ്മ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ വാക്കാണോ നിങ്ങൾ തട്ടുന്നത്? ആ പ്രവാചകൻ കൊണ്ടുവന്നതാണോ നിങ്ങൾ തിരസ്കരിക്കുന്നത്? ആ പെണ്ണതിന് തയ്യാറാകാൻ ആലോചിക്കണം. നമ്മൾ ചരിത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കല്യാണം കഴിച്ച് അല്പമേ അദ്ദേഹത്തിന് കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു യുദ്ധത്തിന് അദ്ദേഹം പോവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് പ്രവാചകന് ആ യുദ്ധത്തിൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടായത് ഈ സ്വഹാബ ലുബൈബ് മരണപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന് വലിയ പ്രയാസമുണ്ടായിട്ടുള്ളത്. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് നമ്മളിൽ നിന്ന് മരണപ്പെട്ടത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? എൻ്റെ ഭാര്യയല്ല, എൻ്റെ മക്കളല്ല, അല്ലേ, എൻ്റെ മറ്റുള്ള ആളുകളല്ല, എൻ്റെ ലുബൈബ് എന്നോട് മരണം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ അരികിലേക്ക് പ്രവാചകൻ കടന്നു ചെന്നു. അല്ലേ, ശത്രുക്കൾ അദ്ദേഹത്തെ വെട്ടി വികൃതമാക്കിയ അല്ലേ ആ മൃതദേഹം പ്രവാചകന്റെ കൈകളിലേക്കെടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞ രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതെടുത്ത് പ്രവാചകൻ മറവ് ചെയ്യുമ്പോൾ പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒന്നുമല്ലാത്ത അല്ലേ മനുഷ്യനെ പ്രവാചകൻ വലിയ സ്ഥാനം കൊടുത്തത് എന്താ സഹോദരന്മാരെ? അദ്ദേഹത്തിന് ദീനുണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ദീനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇത്തരം സമയത്തൊക്കെ നമ്മൾ പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ജാഗ്രത പാലിച്ചുകൊണ്ട് നിൽക്കേണ്ടടുത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെ, ഇലക്ഷനുകളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നേറാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന പലരും അല്ലാഹുവോട് എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് മാറ്റി തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും അല്ലാഹു പ്രദാനം ചെയ്യും.